അധികാരത്തിലേറിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാട്ടിക നിയോജക മണ്ഡലത്തെ നിരാശപ്പെടുത്തുന്നതെന്ന് ഗീതാ ഗോപി MLA. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനം മണ്ഡലം തലത്തിൽ വിലയിരുത്തുകയായിരുന്നു MLA. ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശന്റെ ബജറ്റ് പ്രഖ്യാപനം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. ബജറ്റ് വിഹിതം തന്നെ പരിമിതമായാണ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ ബജറ്റ് വിഹിതത്തിന്റെ തുടർച്ച മാത്രമാണ് ഇത്തവണ ബജറ്റിലുള്ളത്. മത്സ്യബന്ധന മേഖലയിലെ സ്വപ്ന പദ്ധതിയായ ഹാർബറിനായി തുക വകയിരുത്താത്തത് ഖേദകരമാണ്. കമ്മി ബജറ്റാണ് ഇത്തവണത്തേത്. ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ബജറ്റായി ഇതിനെ കാണാനാകില്ല. വ്യത്യസ്ത മേഖലകൾ ഉൾപ്പെടെ നാട്ടിക മണ്ഡലത്തിന് ബജറ്റിൽ പുതിയതായി ഒന്നും ലഭിച്ചില്ലെന്നും MLA പറഞ്ഞു. കേരള നിയമസഭാ നടപടികളുടെ ചട്ടമായി ഇന്നലെ നടത്തിയ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ VD സതീശൻ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ അവതരണത്തിൽ തന്നെ പൂർണ്ണമായി അത് കേൾക്കാൻ തന്നെ സാധ്യമായ നിമിഷത്തിൽ മനസ്സിൽ ഓർത്തുപോയത് ഒന്ന് മാത്രമാണ്. ഓരോ മണ്ഡലത്തിനും അതാത് മേഖലയ്ക്ക് നൽകുന്ന ബഡ്ജറ്റ് വിഹിതങ്ങൾ തന്നെ വളരെ പരിമിതമായിട്ട് തന്നെയാണ് അവതരണം നടത്തിയത്. തീരദേശ മേഖലയായ നാട്ടികയ്ക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബഡ്ജറ്റുകളുടെ റിമൈൻഡർ ചെയ്തിട്ടുള്ള ഒരു നടപടിക്രമമാണ് വന്നിട്ടുള്ളത്. പുതിയതായി ഒന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ഇപ്പോൾ പറ്റുന്നുള്ളൂ. കാരണം തീരദേശ മേഖലയിലെ മത്സ്യബന്ധന മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് എല്ലാ തലത്തിലും ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഹാർബർ. അതിന് പോലും ഫണ്ട് നൽകിയതായിട്ട് ഈ ബഡ്ജറ്റിൽ കണ്ടിട്ടില്ല. പൊതുവെ പറഞ്ഞാൽ ഇതൊരു കമ്മി ബഡ്ജറ്റ്, ഇല്ലെങ്കിൽ ജനങ്ങളുടെ ജനക്ഷേമ വികസനങ്ങൾക്ക് മാത്രമായി ഒരു ബഡ്ജറ്റിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് തീർത്തും ജനങ്ങളുടെ ഏറ്റവും ക്ഷേമ വികസനങ്ങൾക്കായി മാത്രം കാണുന്നൊരു ബഡ്ജറ്റായി ഇതിനെ കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് MLA എന്ന നിലയിൽ എനിക്ക് പറയണത്. തീരദേശ മേഖല, അതുപോലെ തന്നെ കർഷക മേഖല, മത്സ്യബന്ധന മേഖല, ഫർണിച്ചർ തൊഴിലാളികളുടെ മേഖല, ഒട്ടുമിക്ക സോണുകളായിട്ട് 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള നാട്ടികയ്ക്ക് പുതുതായി ഒന്നും നൽകിയില്ല എന്ന ഖേദം ഈ ബഡ്ജറ്റിനെതിർത്ത് ഉണ്ടായി എന്നുള്ളതാണ് MLA നിലയ്ക്ക് എനിക്ക് പറയാം.